ഹായോൾ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫാൻസി സാധനം എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് വന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റൈൽ വണ്ണക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ചെന്ന് നോക്കുമ്പോൾ ഓൽക്ക് നമ്മളെ ഭയങ്കര പരിചയം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റ വീഡിയോ കാണലുണ്ട്, പക്ഷെ എവിടെയാണ് പരിചയം എന്നുള്ളത് ഓൽക്ക് അറിയില്ല. പിന്നെ ഇൻസ്റ്റയിലാണോ എന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ അവിടെ തന്നെയെന്ന് അറിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ഒക്കെ കൂട്ടായി കുറേ സാധനങ്ങളൊക്കെ എടുക്കുകയും നമുക്ക് ഡിസ്കൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ് ചളി അടിച്ചിരുന്നു കേട്ടോ കുറച്ച് നേരം. ഇവിടെയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ ബില്ല് കുറച്ച് കൂട്ടിക്കോന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് കൂട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും നമുക്ക് അവിടുന്ന് ഇറങ്ങാനായി രാത്രിയായിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലൊന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം തന്നെ വരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു വെളുപ്പിന് ഒരു 3 മണിയൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉറക്കം വരാത്തതാണ് ഞാനൊക്കെ പാക്കാക്കി വെച്ചിട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ ഇതാക്കണ കുട്ടിമാൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതാ വൈകുന്നേരം നോമ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഡല്ലൂരത്തെ പോലെ നല്ല കേട്ടോ, ഇവിടെ നാട്ടിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ ഞാൻ വെള്ളത്തൊക്കെ വീണിക്കുകയാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്നങ്ങാണ്ടി നമ്മൾ ജമാത്തായി നിസ്കരിച്ചിട്ടോ. അതിന്റെ ഒരു പേര് വേറെ തന്നെയാണ് കേട്ടോ. കടയൊക്കെ ആൾ വന്നപ്പോൾ ഇപ്പച്ചി സാധനം എടുത്ത് കൊടുക്കാൻ പോയപ്പോൾ പിന്നാലെ ഇതാക്കണ 6 പേരമക്കളും പോയിട്ടുണ്ട് കേട്ടോ. ഇതുവാണെങ്കിൽ കുറച്ചൊന്നല്ല കേട്ടോ ബബിൾക്കും ചോക്ലേറ്റ് ഒക്കെ കയറ്റിയിട്ടുള്ളത്. ആ കടയിൽ നിന്ന് വലിച്ചു കൊടുന്നിട്ട് തന്നെ ഇതാക്കണം എന്റെ കാല് പിടിച്ച് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പച്ചി ചേർന്ന പുറത്തൊക്കെ ഞാൻ വാങ്ങി തരാന്ന് അങ്ങനെ ഇതാക്കണവർക്ക് മുട്ടായി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഈ മൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എല്ലായിടത്തും എന്താ പറയാൻ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അച്ചാർ കിട്ടിയപ്പോൾ ഞാൻ അച്ചാറും ഇത്തിരി മൂക്കി കഴിച്ചു നോക്കാണ് കേട്ടോ. അപ്പോൾ അതിന് അത് ഭയങ്കര കൈപ്പിട കാരണം നാരങ്ങച്ചാറാണ്. അപ്പോൾ ഇവിടെ മക്കൾ ഇതാക്കണം ഭയങ്കര മൈലാഞ്ചി ഒപ്പം കൂടിയതിന്റെ ഒക്കെ ഒരു പൊലിവിലാണ് കേട്ടോ അവര്. പിന്നെ ഇത് നാത്തൂന്റെ മക്കളാണ് കേട്ടോ, കുട്ടിമാന്റെ പെങ്ങളെ. ഇയാൾ പരസ്പരം കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷം കേട്ടോ. പക്ഷെ പണ്ടത്തെ ആ ഒരു പെരുന്നാൾ രസമൊന്നും ഇപ്പം അല്ല ഇപ്പത്തെ മക്കൾക്കൊന്നും. പക്ഷെ എന്നാലും അവരുടേതായിട്ടുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഉപ്പച്ചക്ക് പിന്നെ പത്തിരി ഉണ്ടാക്കാൻ മിക്കാത്ത ഒലി റമദാന് പത്തിരി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വന്നപ്പോൾ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി. കറി ഇപ്പച്ചി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് പത്തിരി ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉപ്പച്ചക്കും മക്കൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം. പെരുന്നാളിന്റെ അടിപൊളി വീഡിയോസ് ഒക്കെ ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ കൂട്ടാക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.